എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാം. പിന്നീട് സത്യം പറയാലോ, ഈ BJP-ക്കാരും RSS-കാരും തന്നെ അതിൽ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. കുറേ BJP-യിലും RSS-ലും ഒക്കെ ഉള്ള ആൾക്കാർ നിരന്തരം എന്നെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് മോളെ, നീ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഉണ്ണാക്കന്മാരാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. നീ മതത്തിന്റെ പേരിൽ രണ്ടിന്റെ ഇടയിൽ കൂടിയിട്ട് മുതലെടുക്കാൻ വേണ്ടി നോക്കിയാണ്. നീ വിചാരിക്കണ്ട എല്ലാ ഹിന്ദുക്കളും ബുദ്ധിയില്ലാത്ത ആളാണെന്നുള്ളത്, എല്ലാ മുസ്ലിങ്ങളും ബുദ്ധിയില്ലാത്ത ആളെന്ന് നീ കരുതണ്ട. നീ അവരെ ഇടയിൽ കൂട്ടിയിട്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു പണി നോക്കിയതാണ്. ആ പണി നിനക്ക് അവര് തന്നെ തിരിച്ചു തന്നു. അതെന്ത്? നീ എവിടെ പോകുമ്പോൾ തലയിൽ തട്ടവിടെ ഇല്ല, പക്ഷെ നീ അമ്പലത്തിൽ പോകുമ്പോൾ കൃത്യമായി തലയിൽ തട്ടവിട്ടിട്ട് പോകും. എന്തിനാണെന്നറിയോ? നീ വിചാരിച്ച് അവരുടെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്, ഞാൻ അമ്പലത്തില് കൃഷ്ണഭക്തി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അംഗീകാരങ്ങൾ അവർ തരും എന്നൊക്കെ വിചാരിച്ചു. അവര് ബുദ്ധിയിലാൾ തന്നെയാണ് മോളെ. ഇവരൊക്കെ എന്തെന്നറിയോ? ഈ വർഗീയം പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതും ചില RSS-കാരും BJP-ക്കാരൊക്കെ ഉണ്ടാക്കുന്നത് എന്തെന്നറിയോ? അത് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്. നിന്നെ പോലെ തന്നെ അവരൊരു നേട്ടം ഉണ്ടാക്കാൻ. എന്തിനീ? അവർക്ക് ഇലക്ഷനിൽ വിജയിക്കണം, അവർക്ക് ഹിന്ദുത്വം പറഞ്ഞിട്ട് ഇതാക്കണം. പക്ഷെ എല്ലാരും അങ്ങനെയല്ല. അവർക്ക് അവരവരുടെ ദൈവവും അവരവരുടെ ആരാധനയും വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാർ മറ്റുള്ള മതസ്ഥരോട് യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ പ്രതികാരമോ ഒന്നും വെക്കൂല. അവരവരുടെ ആരാധനയായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. നിന്നെ പോലെ ഈ തരികിട കളിച്ചിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവുണ്ടായിട്ട് പോലും നീ അവിടെ പോയിട്ടായിട്ട് അവിടെ മാല ചാർത്തിയിട്ട് നീ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ചെയ്തിട്ട് നിനക്ക് അങ്ങനെ കൃഷ്ണനെ ആരാധിക്കണോ? നീ ആരാധിച്ചോ? നീ എന്തിനാണ് നാട്ടുകാരെ കാണിക്കുന്നത്? നീ എന്തിനാണ് ജനങ്ങളെ കാണിക്കുന്നത്? ഞങ്ങളിപ്പോ പെരുന്നാൾ ദിവസം പള്ളിയിലൊക്കെ പോകുന്നത് വീഡിയോയിൽ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കാണുന്നൊക്കെ ഇടും. ഇനി ഞങ്ങൾ പള്ളിയിൽ 5 നേരം പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ട് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടോ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടോ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന്. നീ ആരാധിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നീ എപ്പോഴും അമ്പലത്തിൽ പോയിക്കോ. നീ രാവിലെ കുളിച്ച് ഒരുങ്ങി നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നീ പള്ളിയിൽ പോയിക്കോ, നീ അമ്പലത്തിൽ പോയിക്കോ. നീ അമ്പലത്തിൽ പോയിട്ടായിട്ട് നീ ആരാധിച്ചോ. നീ എന്തിനാ വീഡിയോ ഇട്ടിടുന്നത്? നിനക്ക് മറ്റില്ല. നീ ഇതില് വീഡിയോയിൽ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് എന്തിനോ, എന്റെ മതത്തിൽപ്പെട്ടവർക്ക് ഒരു കൊട്ടു കൊടുക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന്. നീ മതത്തിൽ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇല്ലാഞ്ഞിട്ട് എന്ത് കാര്യം? നിന്നെ കണക്കത്ത് എത്ര ആള് മതത്തിൽ നിന്ന് പോയിട്ടുണ്ടാവും. എല്ലാ മതത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും. എന്നിട്ട് ആ മതമൊന്നും ഇല്ലാതായിട്ടൊന്നുമില്ലല്ലോ, ആ മതങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് നീ പോയാല് ഇനി ഒരു രോമം പോയി എന്ന് പറയാൻ വേണ്ടി പറ്റൂല. കാരണം രോമത്തിന്റെ അത്രയും പോയി എന്ന് പറയാൻ വേണ്ടി പറ്റൂല. ഇനി എന്തിനെ കൊണ്ട് ഉപമിക്കും നീ പോയാല് എന്നുള്ളത് പറയാനുള്ള വാക്കുകളില്ല.